കാൽവരിയിൽ ക്രൂശിലായി മുൾമുടി തൻ ശിരസിലായി ആണിയേറ്റു ചോരവാർന്നു നാഥനെന്ന് യാഗമായി ആണിയേറ്റു ചോരവാർന്നു നാഥനെന്ന് യാഗമായി പുളിവീഞ്ഞുമേകി കർത്തൻ വിലാവയ്യോ കുത്തി നിങ്ങൾ ചുടുചോര ധാരധാര ഒഴുകിയിടുന്നു. അത് കാണാൻ ഇനിയുമിൻ മനം താങ്ങില്ല. അത് കാണാൻ ഇനിയുമിൻ മനം താങ്ങില്ല. ക്രൂശിതന്റെ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. ക്രൈസ്തവന്റെ പടവാളും സ്നേഹത്തിന്റെ പതാകയുമായ കുരിശിൽ ക്രൂശിതനിൽ നമുക്ക് അഭിമാനിക്കാം. വചനാമൃതം. ഏവർക്കും സ്വാഗതം. മേഘമായി പെയ്യും മാരിയായി നനയ്ക്കും അമൃതായി ജീവനേകും വചനം വചനാമൃതം. തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു. നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരതിക്രമവും ചെയ്തില്ല.
അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടതുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്ന് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കണ്ടാലോ അടറിയുകില്ല, ഉഴവു ചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭ ഇല്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ മകനേ, നീ മാന്യനായിടുവാ. മകനേ, മകളേ, നീ മാന്യയായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ ഓർക്കുക, നിനക്കായി പിടഞ്ഞിടുന്നു. മകളേ, നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. എൻ്റെ ഈശോയെ, എല്ലാം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്നും മിണ്ടാതെ എൻ്റെ സംസാരത്തിൻ്റെ തെറ്റുകൾ മൂലം ആകാം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദൈവമേ, എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത സ്നേഹമേ, അങ്ങേ ഞങ്ങൾ കാണട്ടെ. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ കാണട്ടെ. അങ്ങേ ഞങ്ങൾ ഓർക്കട്ടെ. പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു. പടയാളികൾ ഒരു മുൾ കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു. ഒരു ചെമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്ന്, യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞ് കൈകൊണ്ട് അവനെ പ്രഹരിച്ചു. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയാനിതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. മുൾക്കിരീടവും ചെമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവൻ. എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം. കാരണം ഇവൻ തന്നെ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. ഇവൻ മരിക്കണം, കാരണം ഇവൻ തന്നെ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു. ചുടുചോരത്തുള്ളിയായി വീഴുന്നു
എന്നെ ഉയർത്തുവാനല്ലയോ മകനേ മകനേ നീ മാന്യനായിടുവാൻ മകളേ മകളേ നീ മാന്യയായിടുവാൻ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ നീ നോക്കുക നിനക്കായി പിടഞ്ഞിടുന്നു മകനേ നീ നോക്കുക നിനക്കായി പിടഞ്ഞിടുന്നു. എൻ്റെ ഈശോയെ, മാന്യതയുടെ വസ്ത്രം ഉടുപ്പിക്കുവാൻ അവനെ ക്രൂശിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അങ്ങേ കുറ്റപ്പെടുത്തിയപ്പോൾ എൻ്റെ പാപങ്ങൾ മൂലം ഞാനും ആവർത്തിച്ചത് അത് തന്നെയാണല്ലോ. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ഞാനും വിളിച്ചു പറഞ്ഞത് എൻ്റെ പാപങ്ങൾ കൊണ്ട് അങ്ങനെ തന്നെയാണല്ലോ. എങ്കിലും അങ്ങനെ സ്നേഹിക്കുന്നല്ലോ, എങ്കിലും അങ്ങനെ സ്നേഹിക്കുന്നല്ലോ. ഇത് കേട്ടപ്പോൾ പീലാത്തോസ് കൂടുതൽ ഭയപ്പെട്ടു. അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. അതിനാൽ എന്നെ നിനക്കേൽപ്പിച്ചു തന്നവൻ്റെ പാപം കൂടുതൽ ഗൗരവമുള്ളതാണ്. അപ്പോൾ മുതൽ പീലാത്തോസ് അവനെ വിട്ടയക്കാൻ ശ്രമമായി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിന്റെ സ്നേഹിതനല്ല, തന്നെ തന്നെ രാജാവാക്കുന്ന ഏവനും സീസറിന്റെ വിരോധിയാണ്. ഓ ഈശോയെ, പലപ്പോഴും കർത്താവേ, ഞങ്ങളുടെ സ്വന്തം തീരുമാനം അവിടുത്തെ ഹിതം പോലെയാണോ എന്ന് നോക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ അങ്ങ് സർവത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പുത്രനായ ദൈവം തന്നെയായ അങ്ങ് സ്വർഗത്തിൻ്റെ ഹിതത്തിന് സ്വയം വിധേയപ്പെട്ടുകൊണ്ട് ശൂന്യനിൽ ശൂന്യനായി കുരിശുമരണം സ്വീകരിക്കാനായി ഒന്നുമില്ലാതെ കാത്തിരിക്കുമ്പോൾ കർത്താവെ, അങ്ങേപോലെ ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കാനുള്ള ഒരു മനസ്സ് ഈശോയെ ഞങ്ങൾക്ക് തരണമേ. ഇനിയെങ്കിലും തമ്പുരാനെ, ഇനിയെങ്കിലും സ്വർഗത്തിൻ്റെ ഹിതത്തിന് ഒന്നാം സ്ഥാനം നൽകാനും ലോകത്തിൻ്റെ സൗഹൃദം വെടിയാനും ഈശോയെ
ഞങ്ങൾക്ക് കഴിയട്ടെ. നിന്നോടു ചേർന്ന് കുറെ കൂടി ചേർന്ന് നിൻ കാൽപ്പാടുകളിൽ നടക്കും ഞാനെന്നും. നിന്നോടു ചേർന്ന് കുറെ കൂടി ചേർന്ന് നിൻ കാൽപ്പാടുകളിൽ നടക്കും ഞാനെന്നും. എന്നേശുവേ എൻ പ്രിയനേ, നിൻ മാർവിൽ ഞാൻ ചാരുന്നപ്പാ. നിൻ കൈകൾ എന്നെ പുണരുന്നല്ലോ, ഒഴുകുന്നു നിൻ സ്നേഹമെന്നിൽ. നീ മാത്രമേ എൻ്റെ ദൈവം, ഇന്നും എന്നും എൻ്റെ ദൈവം. നീ മാത്രമേ എൻ്റെ ദൈവം, ഇന്നും എന്നും എൻ്റെ ദൈവം. ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തളം, ഹെബ്രായ ഭാഷയിൽ ഗബ്ബാത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിനുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറുമായിരുന്നു. അവൻ യഹൂദരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശ് ചുമന്നുകൊണ്ട് തലയോടിടം ഹെബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു. അവനോടൊപ്പം മറ്റു 2 പേരും, യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായും. പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വച്ചു. അതെങ്ങനെയായിരുന്നു? നസ്രയനായ യേശു, യഹൂദരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു. അത് ഹെബ്രായയിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യഹൂദരുടെ രാജാവ് എന്നല്ല, യഹൂദരുടെ രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. ക്രൂശിലെ
ശാന്തി എനിക്കു നൽകി. പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം അവൻ്റെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ചു. ഓരോ പടയാളികൾക്കും ഓരോ ഭാഗം അവൻ്റെ അങ്കിയും അവരെടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. ആകയാൽ അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് അത് കീറേണ്ട, പകരം അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കുരിശിൽ നിന്നന്ന് ഞാനീ സ്വരം കേട്ടു, ഇതാണു നിന്റെ അമ്മ. പ്രാണപീഡയാൽ പിടയുന്ന നാഥൻ അന്ന് അന്ത്യസമ്മാനമായി എനിക്കു നൽകി. കുരിശിൽ നിന്നന്നു ഞാനീ സ്വരം കേട്ടു, ഇതാണ് നിന്റെ അമ്മ. പ്രാണപീഡയാൽ പിടയുന്ന നാഥനെന്ന് അന്ത്യസമ്മാനമായി എനിക്കു നൽകി. അനന്തരം എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല.
എന്നാൽ പടയാളികളിൽ ഒരാൾ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെന്നപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെന്നപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയാ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയ. അവനാണീ പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെന്നപ്പായേ, 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 കാണുന്നെന്നപ്പായേ. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ച, ഞങ്ങൾ കാണുന്നു അവിടുത്തെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കാനായി അങ്ങ് പറഞ്ഞു വിട്ടപ്പോൾ ഒരുപാട് വേദനയോടെ, എന്നാൽ അതിലേറെ സ്നേഹത്തോടെ ഈശോ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി രക്തം ചിന്തി ഞങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി പ്രാണൻ വെടിഞ്ഞു. അപ്പാ, ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ അറിയുന്നു. ഈ ഒരു തിരിച്ചറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകുവാൻ സ്നേഹമുള്ള അപ്പ, അവിടുത്തെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എപ്പോഴും കൂടെ ആയിരിക്കണേ. ആമേൻ.